ഹലോ ഗൈസ്, കുറെ കാലമായിട്ട് മുടങ്ങി കിടക്കുന്ന നമ്മളെ മീൻകുയിന്റെ പണി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടാ. കുറെ ആൾക്കാർ നമ്മളോട് മീൻകുയിന്റെ പണി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മീൻകുയിന്റെ പണി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. മീൻകുയിന്റെ 4 ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കാൻ ചെയ്തിട്ട് നമ്മളെ പ്ലാൻ. പക്ഷെ എക്സ്പെൻസ് കൂടിയോണ്ട് തന്നെ നമ്മളെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ട്ടാ. അപ്പൊ നമ്മളെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കണ്ടോളിട്ടാ. അപ്പൊ നമ്മളെ മീൻകുയിന്റെ ഇപ്പത്തെ കോലാണ് നിങ്ങൾ ഈ കാണുന്നത്. പുല്ലും ചളിയൊക്കെ ആയിട്ട് ആകെ അരപ്പായിട്ട് അടക്കം എടുക്കണേ. അപ്പൊ അതൊന്ന് വെടിപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ട്ടാ. അങ്ങനെ അടിയത്തെ ചളിയൊക്കെ പാടെ വാരി കൂട്ടിയിട്ട് നമ്മൾ ഒരു മൂലൊക്കെ കൂട്ടി ഇനി അത് വാരി കോരിടണം. അപ്പൊ ആ പണി തുടങ്ങി. ചളി മണ്ണൊക്കെ ബക്കറ്റിൽ അരച്ചിട്ട് മീൻകുയിന്റെ അപ്പുറത്തേക്ക് ഇടുക. ഇനി നമ്മളെ പണി ഇക്കാണ ഇച്ചൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കല. ഹെൽപ്പറായിട്ട് നമ്മളെ അമ്മയുണ്ട്. അങ്ങനെ അത് വരണ്ടല്ലോ തുടങ്ങി. അത് തമമാക്കിയപ്പോ തന്നെ മീൻകുയി മൊത്തത്തിലൊന്ന് വെടിപ്പായി കിട്ടാം. ഇനി നമ്മൾ പണിക്കാരൻ കട്ടണമായി ഈ സൈഡൊക്കെ ഒന്ന് ചെത്തി ലെവലാക്കണം. അത് കഴിഞ്ഞിട്ട് അടിക്കുള്ള കമ്പി സെറ്റ് ആക്കൽ തുടങ്ങി. മെയിൻ ഹെൽപ്പറായിട്ട് നമ്മളെ വാപ്പിയുണ്ട്. അടിയത്തെ അളവൊക്കെ എടുത്തിട്ട് മൂപ്പര് അടിയിൽ കമ്പി സെറ്റ് ആക്കൽ തുടങ്ങി. അങ്ങനെ അടി ഫുള്ള് കമ്പി ഇട്ടിട്ട് ലെവലാക്കി എടുത്ത് ഞാൻ നമ്മളെ മീൻകുയിന്റെ മെയിൻ ഐറ്റം 4 പുറം നമ്മൾ നെറ്റ് കയറ്റാൻ വേണ്ടി പോവാം. അതാണ് നമ്മളെ വാപ്പ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ നെറ്റ് എടുത്തിട്ട് നമ്മൾ മീൻകുയിമ കയറ്റി. നമ്മളെ പണി അടി കോൺക്രീറ്റ് ചെയ്യില്ല. അതിനുള്ള പണിയുടെ തുടങ്ങി. അതിനുള്ള ഹെൽപ്പേഴ്സ് നമ്മളൊക്കെ പാടെ തന്നെയാണ്. നമ്മൾ സിമെന്റും മണലൊക്കെ കൂട്ടി കൊടുക്കും ചെയ്യും. മൂപ്പർ അതിന്റെ ഉള്ളിൽ ലെവലാക്കും ചെയ്യും. അങ്ങനെ മുക്കാ ഭാഗം അടി നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടാ. നമുക്ക് കുറച്ച് വാങ്ങൂടുള്ളൂ. അതും കൂടെ തീർക്കാം. അങ്ങനെ അവസാനം അടി ഫുള്ള് കോൺക്രീറ്റ് ചെയ്താണ്ട് തീർത്തിട്ടാ. കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ ലുക്കാണ് നിങ്ങൾ ഈ കാണുക കേട്ടോ. അപ്പൊ ഇന്നത്തെ പണി നമ്മൾ അവസാനിപ്പിക്കട്ടെ. ഇനി ബാക്കി നാളെ. അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബാക്കി കൂടിയ പെട്ടെന്ന് തന്നെ വരും. അപ്പൊ ബൈ.